അടുത്ത് മീനിൻ്റെ അടുത്തോട്ടാണ് വെഞ്ചിൻ്റെ അടുത്തോട്ടാണ് കാണിച്ചത്. ഇറങ്ങിയ 4 മണിയാവും കേട്ടോ. മറൈൻ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ശക്തികുളങ്ങര ഫിഷിംഗ് ഹാർബറിൻ്റെ ഉള്ളിലേക്കാണ്. ജൂലൈ 31. ഇപ്പോൾ രാത്രി ഒരു 11:30 മണിയായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് 12 മണിയോട് കൂടി 60 ദിവസത്തെ നീണ്ട 60 ദിവസത്തെ മത്സ്യബന്ധന നിരോധനത്തിനു ശേഷം ആവേശത്തോടെ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകുന്ന ഒരു ദിവസമാണ് ഓഗസ്റ്റ് 1, 12 മണിക്ക് രാത്രി. നമ്മൾ സ്കൂട്ടർ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു പോകാം. നിങ്ങളിപ്പോൾ ഈ ഇടത് സൈഡിൽ കാണുന്നതാണ് ലേലം ചെയ്യുന്ന ഹോള്. അവിടെ നമ്മുടെ അതിഥി തൊഴിലാളികളൊക്കെ വന്നിട്ട് അവിടെയാണ് അവർ കിടന്നുറങ്ങുന്നത്. ഇവിടെ വെച്ചിട്ടാണ് മത്സ്യം കച്ചവടം ചെയ്യുന്നത്. ഹാർബർ ഓപ്പണിംഗ് ഡേ ആകുമ്പോഴേക്കും ഇവരൊക്കെ ഇവിടെ സജീവമായിരിക്കും. ഇപ്പോൾ ഈ വിജനമായിട്ട് കിടക്കുന്ന പ്രദേശം ഓഗസ്റ്റ് 1 കൂടി സൂചി കുത്താൻ ഇടമില്ലാത്ത രീതിയിലാകും. ഇനി നമുക്ക് അവിടെ ദൂരെ ലൈറ്റെല്ലാം കത്തിക്കിടക്കുന്നത് കണ്ടോ? അവിടെ ബോട്ടുകൾ പാലത്തിന് താഴെ നിരന്ന് നിൽക്കുകയാണ്. 12 മണിയോട് കൂടി വിസിൽ കേൾക്കുമ്പോൾ ആവേശത്തോടു കൂടി അവരെല്ലാം ബോട്ട് ഓടിച്ച് കടലിലേക്ക് പോകും. എല്ലാ ബോട്ടുകളും തയ്യാറായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വലിയ തയ്യാറെടുപ്പുകളോടെയും പുത്തൻ പ്രതീക്ഷകളും പേരെ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഭൂരിഭാഗം 12 മണിക്ക് തന്നെയാണ് ബോട്ടുകളിൽ കടലിലേക്ക് പോകുന്നത്. ഒരു വല്ലാത്ത ആവേശവും ഒരു ഉത്സവ പ്രതീതിയുമാണ് നമുക്ക് ഈ കാഴ്ച കാണാനായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അനുഭവപ്പെടുന്നത്. വെടിക്കെട്ടും കമ്പവും എല്ലാം പൊട്ടിച്ച് ആഘോഷത്തോടെയാണ് ബോട്ടുകളെല്ലാം നിരനിരയായിട്ട് അഴിമുഖം കടന്ന് അറബിക്കടലിൻ്റെ മാറിലേക്ക് കുതിക്കുന്നത്. മീനും കൊഞ്ചും കണവയും ഒക്കെയായി ബോട്ടുകളെയും ആശ്രയിച്ച് ജീവിക്കുന്ന വലിയൊരു മത്സ്യബന്ധന തീരദേശമാണ് ശക്തികുളങ്ങരയും നീണ്ടകരയും. ഇപ്പോൾ 11:59 ആയിട്ടുണ്ട്. 12 മണിയോടുകൂടി അവിടെ 12 മണിയായിട്ടുണ്ട്. അതാ അവിടെ ലൈറ്റ് തെളിയിച്ചിട്ടുണ്ട്. ബോട്ട് വരുന്ന സൗണ്ട് കേൾക്കാം. ജൂൺ 9 ട്രോളിംഗ് നിരോധനം തുടങ്ങിയത്. ജൂലൈ 15 മുതൽ ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികളും പഴയ വലകളും നന്നാക്കിയും പുതിയ സാധന സാമഗ്രികൾ വാങ്ങിയും ബോട്ടിൽ ഇന്ധനം നിറച്ചും ജൂലൈ 31 വൈകുന്നേരത്തോടെ മത്സ്യത്തൊഴിലാളികൾ തയ്യാറായി കഴിഞ്ഞിരിക്കും. 1 കോടി മുതൽ 30 ലക്ഷം രൂപ വില വരെയുള്ള ബോട്ടുകളുണ്ട് നമ്മുടെ ഈ ഹാർബറിൽ. വലിയ ബോട്ട് ഏകദേശം 1 കോടി രൂപയും അതിന് മേലെ പോകാറുണ്ട്. പിന്നെ 35 ലക്ഷം 45 ലക്ഷം അതിന് മേലേക്കുള്ള ബോട്ടുകളൊക്കെയാണ് നമ്മുടെ ഹാർബറിൽ ഉള്ളത്. അപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചാണ് പണിക്ക് പോകുന്നത്.
കൊറോണയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ആൾക്കാർ വളരെ കുറവാണ് ഇവിടെ ഈ ഒരു കാഴ്ച കാണാനായിട്ട് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഉച്ചയ്ക്ക് 3 മണിയായിട്ടുണ്ട്. പപ്പ പോയ ബോട്ടൊക്കെ കരയ്ക്ക് അടുത്തിട്ടുണ്ട്. ഇത് ശക്തികുളങ്ങരയിലെ തന്നെ നീണ്ടകര പാലത്തിന് കിഴക്ക് ഭാഗത്തുള്ള ഒരു ഡീസൽ പമ്പാണ് കേട്ടോ. ബോട്ടിലൊക്കെ ഡീസൽ അടിക്കുന്ന പമ്പാണ്. അപ്പോൾ ഇതാണ് പപ്പ പോകുന്ന ബോട്ട്. നമുക്ക് ഇന്ന് ഈ ബോട്ടിൽ എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പപ്പയൊക്കെ രാവിലെ 4 മണിക്കാണ് ബോട്ട് പോയത്. ഏകദേശം 12 മണിയോടുകൂടി തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോകുന്ന ഈ ബോട്ടിൻ്റെ പേര് രക്ഷകൻ എന്നാണ്. നമുക്ക് ബോട്ടിലേക്കൊന്ന് കയറാം. ഇതിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും അവർ കിട്ടിയ ചരക്കുകൾ തിരിഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്ന ഒരു ഏരിയ. ഇന്നിപ്പോൾ കരിക്കാടിയും കഴന്തനുമാണ് കൂടുതലായിട്ടും എല്ലാ ബോട്ടിലും കിട്ടിയിരിക്കുന്നത്. ഏകദേശം 1 ലക്ഷം രൂപയുടെ ചരക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പപ്പ പറഞ്ഞത്. ഇപ്പോൾ അവർ ചെയ്യുന്നത് ഇത് തിരിഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ്. ഇതിപ്പോൾ ബോട്ടിലുള്ള ജീവനക്കാരും ലേലക്കാരും പിന്നെ നമ്മുടെ ബോട്ടിൻ്റെ ഉടമസ്ഥനുമൊക്കെ ഇരുന്നിട്ടാണ് ഇത് തിരിഞ്ഞു മാറ്റുന്നത്. നാരൻ കൊഞ്ച് വേറെ, കഴന്തൻ കൊഞ്ച് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടാണ് അവർ തിരിഞ്ഞു മാറ്റുന്നത്. യൂഷ്വലി ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ടാണ്, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഹാർബറിൽ ലേലക്കച്ചവടമില്ല. സാധാരണ ഹാർബറിൽ ചരക്ക് തിരിയാനായിട്ട് സ്ത്രീകളുണ്ടായിരിക്കും. ഇതിപ്പോൾ പണിക്കാർ മാത്രമാണ് ഇരുന്ന് ചെയ്യുന്നത്. ഏകദേശം 2 മണിക്ക് വന്ന ബോട്ടാണ്. ഇനിയിപ്പോൾ ഒരു 8-9 മണിയാവും ഇവർ ഈ പണി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട്. ഇതിൽ കടലിലുള്ള നാനാവിധ ചപ്പുചവറുകളും ഈ ഒരു കൂട്ടത്തിലുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവർ വിൽപ്പനയ്ക്ക് വെക്കുന്നത്. ഈ ചെറിയ രക്ഷകൻ ബോട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ വലിയ ഒരു ബോട്ടും കിടപ്പുണ്ട്. അതിൻ്റെ പേര് ജെൻസൺ എന്നാണ്. അത് പപ്പയുടെ പെങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ബോട്ടാണ്. ഞാൻ അതിൻ്റെ വിശേഷങ്ങളും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ആ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം കുറച്ച് വലിയ ബോട്ടാണ് കേട്ടോ. അപ്പോൾ അതിലുള്ള ജീവനക്കാരും ചെമ്മീൻ തിരിഞ്ഞ് കൊട്ടയിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റോർ ചെയ്യുന്നത് വേറൊരു സ്ഥലത്താണ്, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെയും ബോട്ടിലുള്ള തൊഴിലാളികൾ തന്നെയാണ് ഇരുന്ന് തിരിഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നത്. ചെറിയ രീതിയിലുള്ള മീനുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എല്ലാവരും അവിടെ ഇരിക്കുവാണ്. ഇതാണ് കോഡൻ്റ്. ഇതിലാണ് ചരക്ക് വലിച്ച് കയറ്റുന്നത്. വീണ്ടും ബോട്ടുകൾ വന്നതിന് ശേഷം ചരക്കൊക്കെ സ്റ്റോർ ചെയ്തതിന് ശേഷം വീണ്ടും കടലിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ആ ഒരു ചെറിയൊരു കൂടാരം പോലൊരു സംഭവം. അതാണ് വീൽ ഹൗസ് എന്ന് പറയുന്നത്. ബോട്ടിലെ ഡ്രൈവിംഗ് ഏരിയയാണത്. ഇനി അതിൻ്റെ ഉള്ളിലൊന്ന് കയറി കാണിച്ചു തരാം. ഇപ്പോൾ വീൽ ഹൗസിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ആ ഒരു റൗണ്ട് ഷേപ്പ് സാധനം, അതാണ് ബോട്ടിൻ്റെ സ്റ്റിയറിങ്. ഈ ഇരിക്കുന്നതാണ് എക്കോ സൗണ്ട്. ഇവിടെ ഒരു GPS ഇരിപ്പുണ്ട്, ലൊക്കേഷൻ ഫൈൻഡർ. ഇതും ഒരു GPS ആണ്. പിന്നെ മുകളിലായിട്ട് ഒരു വയർലെസ് ഉണ്ട്. ഇത് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. എക്കോ സൗണ്ട് യൂസ് ചെയ്യുന്നത് ഈ ചരക്ക് അല്ലെങ്കിൽ കൊഞ്ചും മീനും ഒക്കെ ഏത് ഏരിയയിലാണ് നിൽക്കുന്നതെന്ന് അറിയാനായിട്ടാണ്. ഇത് ബോട്ടിൻ്റെ ആക്സിലറേറ്ററാണ്, സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. ഇത് ഇച്ചിരി പഴക്കമുള്ള ബോട്ടാണ്, അതുകൊണ്ട് ഇതിൽ ഈ ഒരു മെക്കാനിസമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ബോട്ടിൻ്റെ ഫോർവേഡ് പോകാനും റിവേഴ്സ് പോകാനുമായിട്ടുള്ള ലിവറാണ്. ബാക്കിലോട്ട് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റിവേഴ്സാണ് പോകുന്നത്. അപ്പോൾ ഇത്രയുമാണ് വീൽ ഹൗസിൽ കാണിക്കാനായിട്ടുള്ളത്. വീൽ ഹൗസിൽ ആരും ചെരുപ്പിട്ടിട്ട് ഉള്ളിൽ കയറാറില്ല. അടുത്തത് ബോട്ടിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതാണ് സ്റ്റോർ റൂം ബോട്ടിലെ, അല്ലെങ്കിൽ ഇതിനെ കള്ളി എന്നാണ് പറയുന്നത്. അതിൻ്റെ എന്താണ് അങ്ങനെ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത്
ഇതിനുള്ളിലേക്ക് ഇറങ്ങിയിട്ടാണ്, ഇതിനുള്ളിൽ അകത്താണ് എല്ലാ ചരക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതിലിപ്പോൾ കുറച്ച് മീൻ ഐസ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു തരത്തിലുള്ള എയറും അകത്തേക്ക് കയറില്ല. അടച്ചു കഴിഞ്ഞാൽ ഐസും തലേ ദിവസം തന്നെ എടുത്തിട്ടാണ് പണിക്ക് പോകുന്നത്. ഇതിനുള്ളിൽ പല പല ബോക്സ് അല്ലെങ്കിൽ കള്ളി തിരിച്ചിട്ടാണ് ചരക്ക് അവർ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കള്ളി എന്ന് പറയുന്നത്. ഇവിടെ 2 സൈഡിലായിട്ട് ചെമ്മീൻ ഇട്ടിട്ടുണ്ട്, അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കരിക്കാടി ചെമ്മീനാണ്. ഒരു കള്ളി നിറച്ചിട്ട് കരിക്കാടി ചെമ്മീൻ അവർ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പിന്നെ 2 കൊട്ടയിലായിട്ട് മീൻ ഇരിപ്പുണ്ട് ഐസിട്ട്. ഇത് പരവമീനാണ്. ഇന്ന് കച്ചവടം ഇല്ലാത്തതിനാലാണ് ഇത് ഐസിട്ട് വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഒരു കള്ളിയിൽ മൊത്തവും കഴന്തൻ ചെമ്മീനാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കഴന്തൻ ചെമ്മീനാണ്. ഇനിയും തിരിയാനായിട്ട് ബാക്കിയുണ്ട്. നമുക്ക് വീട്ടിലേക്കുള്ള പങ്ക് കൂടി പപ്പ തന്നു വിട്ടിട്ടുണ്ട്. കാരണം ഇന്ന് ഈ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താനായിട്ടൊരു 8-9 മണി കഴിയുമെന്നാണ് പറഞ്ഞത്. ഇത്രയുമാണ് ഈ ബോട്ടിലെ വിശേഷങ്ങൾ. കഴന്തൻ ചെമ്മീനാണ് നമുക്ക് വീട്ടിലേക്ക് പപ്പ കറിക്കായിട്ട് എടുത്ത് കൊടുത്ത് വിട്ടിട്ടുള്ളത്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസ് കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇടാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു സോ മച്ച്.